നമസ്കാരം. 2002 സെപ്റ്റംബർ 24 വൈകുന്നേരം 4 മണി കഴിഞ്ഞ് 45 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള അക്ഷർധാം ക്ഷേത്രത്തിന്റെ 3-ാം ഗേറ്റിന് മുന്നിൽ ഒരു വെളുത്ത അംബാസഡർ കാർ ആ സമയത്താണ് എത്തിയത്. ആ കാറ് അവിടെ നിർത്തിയതും അതിൽ നിന്ന് 2 ചെറുപ്പക്കാർ പുറത്തിറങ്ങി. ഒരാൾക്കൊരു 20 വയസ്സ് പ്രായം വരും, മറ്റേയാൾക്ക് ഏകദേശം 25 വയസ്സ്. ആ 2 ചെറുപ്പക്കാരും ജാക്കറ്റുകൾ ധരിച്ചിട്ടുണ്ട്. ജാക്കറ്റിന് മുകളിലൂടെ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട്. നല്ല ഭാരമുള്ള ബാഗുകൾ മുതുകിലങ്ങനെ തൂക്കി ആ ചെറുപ്പക്കാർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതും ആ വെള്ള അംബാസഡർ കാർ സാവധാനം അവരെ കടന്ന് അങ്ങ് മുന്നോട്ട് പോയി. ആ കാറ് അവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞതും ആ ചെറുപ്പക്കാർ 3-ാമത്തെ ഗേറ്റിന് നേരെ നടന്നു. ആ ഗേറ്റിന് നേരെ അവർ നടന്നു വന്നപ്പോഴാണ് ആ ചെറുപ്പക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഗേറ്റിൽ സെക്യൂരിറ്റി ഗാർഡുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് മാത്രമേ ആളുകളെ അകത്തേക്ക് കടത്തുന്നുള്ളൂ. അത് കണ്ടതും ആ ചെറുപ്പക്കാർ ഗേറ്റിന് നേരെ നടക്കാതെ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. 3-ാമത്തെ ഗേറ്റിൽ നിന്ന് മുന്നോട്ട് നടന്ന ആ ചെറുപ്പക്കാർ തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതും ആ ക്ഷേത്രത്തിന്റെ മതിലിനോട് ചേർന്ന് നിന്നിട്ട് അവരുടെ പുറകുവശത്ത് അവരണിഞ്ഞിരുന്ന ആ ബാഗുകൾ അഴിച്ചെടുത്തു. അതിനുശേഷം ആ ബാഗുകൾ മതിലിന് മുകളിൽ കൂടി അവർ അകത്തേക്കിട്ടു. മതിലിന് മുകളിലേക്ക് കൂടി ആ ബാഗ് വലിച്ചെറിഞ്ഞ ആ ചെറുപ്പക്കാർ ഉടൻ തന്നെ ആ മതിൽ പിടിച്ചു കയറി തുടങ്ങി. ഏകദേശം 7 അടിയോളം പൊക്കമുണ്ട് അവിടുത്തെ ആ മതിലിന്. മതിലിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയ ചെറുപ്പക്കാർ ആ ബാഗ് എടുത്ത് തുറന്ന് അതിൽ നിന്ന് മെഷീൻ ഗണ്ണുകൾ പുറത്തെടുത്തതാണ് അടുത്ത നിമിഷം സംഭവിച്ചത്. മെഷീൻ ഗണ്ണുകൾ പുറത്തെടുത്ത ആ ചെറുപ്പക്കാർ അതിവേഗം ക്ഷേത്രത്തിനെ ഓടുകയാണ്. ഓടുന്നതിനിടയിൽ അവർ കാണുന്ന ആളുകളേക്ക് വെടിവെച്ചു തുടങ്ങി. അപ്രതീക്ഷിതമായി ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ വെടിയുടെ ശബ്ദം കേട്ടാൽ ആളുകൾ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. ശരിക്കും കാതടപ്പിക്കുന്ന വെടിയൊച്ചയ്ക്കൊപ്പം വൻ ബോംബ് സ്ഫോടനങ്ങളും ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരുടെ വലതു ഭാഗത്തായിരുന്നു ബുക്ക് സ്റ്റാളുകൾ. ആ ബുക്ക് സ്റ്റാളിന് സമീപത്ത് ആ സമയത്ത് ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ നേരെ വലിച്ചെറിഞ്ഞ ഗ്രനേഡുകൾ വൻ ശബ്ദത്തോടുകൂടി പൊട്ടിയതും ആ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തുണ്ടായിരുന്ന ഒട്ടുമുക്കാൽ ആളുകളും ഇപ്പോ ആ ശബ്ദം കേട്ടിട്ടുണ്ടാവും. ബുക്ക് സ്റ്റാളിന് സമീപത്തേക്ക് ഗ്രനേഡ് വലിച്ചെറിഞ്ഞുകൊണ്ട് കണ്ണി കാണുന്ന ആളുകളേക്ക് വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് 2 ചെറുപ്പക്കാർ ക്ഷേത്ര ശ്രീകോവിലിന് നേരെ ഓടി വരുന്നത് ക്ഷേത്രത്തിന്റെ സൂപ്പർവൈസർ ഗോസിംഗ് ജാദവ് കണ്ടു. ജാദവിന് ആ ചെറുപ്പക്കാർ ഓടി വരുന്നത് ശ്രീകോവിലിന് ഉള്ളിലേക്കാണെന്ന് മനസ്സിലായ ആ നിമിഷത്തിൽ ജാദവ് ഏകദേശം 200 അടിയോളം നീളമുള്ള ആ നടപ്പാതയിലൂടെ അതിവേഗം ക്ഷേത്രത്തിനകത്തേക്ക് ഓടി. ജാദവ് മാത്രമല്ല, ഏകദേശം 15ഓളം സ്റ്റാഫുകൾ ആ സമയത്ത് പുറത്തുണ്ട്. അവരും ആ വാതിൽ നേരെ ഓടുകയാണ്. കണ്ണേ കാണുന്ന ആളുകളേക്ക് വെടിവെച്ചുകൊണ്ടും ആൾക്കൂട്ടം കാണുന്നിടത്തേക്കൊക്കെ ഗ്രനേഡ് വലിച്ചെറിഞ്ഞുകൊണ്ടും ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാർ അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ശ്രീകോവിലേക്കുള്ള ആ 15 അടിയുള്ള വാതിൽ അടയ്ക്കുന്ന ജാദവിനെയാണ് അവർ കണ്ടത്. ആ കാഴ്ച കണ്ട അവർ ജാദവ് വാതിൽ അടയ്ക്കുന്നത് തടയാൻ വേണ്ടി ജാദവിനെതിരെ നിറയൊഴിച്ചു. വെടിയുടെ ശബ്ദം കേട്ട ജാദവ് അകത്തേക്ക് ചാടി മാറിയെങ്കിലും അയാളുടെ കാൽപാദത്തിൽ വെടിയേറ്റു. വെടിയേറ്റ ആ കാൽപാദത്തോടു കൂടിയാണ് ജാദവ് അകത്തേക്ക് കടന്നതും വാതിൽ വലിച്ചടച്ചതും. ആ ഭീകരന്മാർക്ക് ആ വാതിലിനടുത്ത് ഓടിയെത്താൻ കഴിഞ്ഞുവെങ്കിലും അവരെത്തുന്നതിന് തൊട്ടു മുമ്പ് വാതിൽ പൂർണ്ണമായും ക്ലോസ് ചെയ്യപ്പെട്ടു. ഈ സമയത്ത് ശ്രീകോവിലിനുള്ളിൽ ഏകദേശം 35ഓളം ഭക്തരുണ്ട്. അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ ആ നടപടിയിലൂടെ ജാദവിന് പറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 48 ആണ്. ആ ഭീകരന്മാർ നിറയൊഴിച്ചു തുടങ്ങിയിട്ട് 3 മിനിറ്റ് ആയിട്ടുള്ളൂ. വെടിവെപ്പിന്റെയും ബോംബ് സ്ഫോടനത്തിന്റെയും ശബ്ദം കേട്ട വിശ്വവിഹാരി സ്വാമി ആ നിമിഷത്തിൽ തന്നെ അത്യാവശ്യ സമയത്ത് വിളിക്കാനായി പത്രങ്ങളിലൂടെ ജനത്തെ അറിയിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചു. ആ SOS കോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റിസീവ് ചെയ്യുന്നത് വൈകുന്നേരം 4:48 ഈ സമയത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വ്യവസായിയായ സഞ്ജയ് ദാൽവിയുടെ ടീമുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്ന അറ്റാക്കിനെ കുറിച്ച് നരേന്ദ്രമോദിയെ ഉദ്യോഗസ്ഥർ വിവരം ധരിപ്പിച്ചത്. അക്ഷർധാം ക്ഷേത്രവും മുഖ്യമന്ത്രിയുടെ വസതി, ഓഫീസ്, രാജ്ഭവൻ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഹമ്മദാബാദിലെ താവളം ഇതൊക്കെ അടുത്തടുത്താണ്. വിവരം അറിഞ്ഞതും മുഖ്യമന്ത്രി നരേന്ദ്രമോദി DGPക്ക് ഉടൻ ആക്ഷൻ എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. വിത്തിൻ മിനിറ്റ്സ് അഹമ്മദാബാദ് ജില്ലാ പോലീസ് സൂപ്രണ്ട് ബ്രഹ്മഭട്ടും അദ്ദേഹത്തോടൊപ്പമുള്ള ടീം അക്ഷർധാം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. SP-യും സംഘവും അക്ഷർധാം ക്ഷേത്രത്തിലേക്ക് തിരിച്ചിരിക്കുന്ന ഇതേ സമയത്ത് ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിനകത്തേക്ക് കടക്കാൻ പറ്റാതായ ആ ഭീകരന്മാർ ആ പ്രധാന വാതിലിന്റെ ഭാഗത്തു നിന്ന് എക്സിബിഷൻ ഹാളുകളുള്ള ഭാഗത്തേക്ക് നീങ്ങി. വെടിയുടെ ശബ്ദവും സ്ഫോടനത്തിന്റെ ശബ്ദവും ആ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് കേട്ടിരുന്നത് കൊണ്ട്
എല്ലാ എക്സിബിഷൻ ഹാളിന്റെ ചുമതലക്കാരും അവർക്ക് ചുമതലയുള്ള ഹാളുകളുടെ വാതിൽ അകത്ത് നിന്ന് അടയ്ക്കുകയും ചെയ്തു. ഈ സമയത്താണ് എക്സിബിഷൻ ഹാൾ 1ന്റെ മുന്നിൽ ആ തോക്കുധാരികൾ ഓടിയെത്തിയത്. ആ തോക്കുധാരികൾ എക്സിബിഷൻ ഹാളിന്റെ ഭാഗത്തേക്ക് ഓടിയെത്തുന്ന ആ സമയത്താണ് BJP MLA ഹീരാജ് സോളങ്കി ആ അമ്പലത്തിൽ എത്തുന്നത്. അയാൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തിയതാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹീരാജ് സോളങ്കി ഓടിയെത്തപ്പോഴാണ് അകത്തെ വെടിവെപ്പിന്റെയും സ്ഫോടനത്തിന്റെയും ശബ്ദം കേട്ടത്. വെടിയുതിർക്കുന്ന ആ ഭീകരന്മാരെ ദൂരെ നിന്ന് കണ്ട ഹീരാജ് സോളങ്കി അയാളുടെ ലൈസൻസ് തോക്കുപയോഗിച്ച് ആ ഭീകരന്മാർക്ക് നേരെ നിറയൊഴിക്കുന്നത് ഏകദേശം 5 മണിയോട് അടുപ്പിച്ചാണ്. പെട്ടെന്ന് ഗേറ്റിന്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടതും ആ ഭീകരന്മാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. പോലീസ് അവിടേക്ക് എത്തിയോ എന്നൊരു സംശയം അവന്മാർക്ക് ഉണ്ടാകുന്നത് ആ നിമിഷത്തിലാണ്. അങ്ങനെ സംശയം തോന്നിയ അവന്മാർ എക്സിബിഷൻ ഹാൾ 1ന്റെ പൂട്ടിയ വാതിൽക്കിലേക്ക് നിറയൊഴിച്ചു തുടങ്ങി. അധിക സമയം കഴിയുമ്പോൾ ആ വാതിൽ തകർക്കപ്പെട്ടു. തകർന്ന വാതിലിലൂടെ ആ ഭീകരന്മാർ അകത്തേക്ക് കടന്നു. ആ ഹാളിനകത്ത് ഒരു മൾട്ടിമീഡിയ ഷോ നടക്കുകയായിരുന്നു. ആ മൾട്ടിമീഡിയ ഷോ നടക്കുന്നതിനിടയിലാണ് പുറത്ത് വാതിൽ വെടിയുതിർക്കുന്ന ശബ്ദം അകത്തുള്ള ആളുകൾ കേട്ടത്. ശരിക്കും ഞെട്ടിപ്പോയ അതിനകത്തുണ്ടായിരുന്ന ആൾക്കൂട്ടം തലങ്ങും വിലങ്ങും രക്ഷപ്പെടാനായി പായുന്നതിനിടയിൽ ആ ഭീകരന്മാർ ആ മുറിക്കുള്ളിലേക്ക് കടന്നു. ആ ഭീകരന്മാർ ആ മുറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ 7 വയസ്സുള്ള മൃണാളിന് അടുത്താണ് 5 വയസ്സുള്ള അവന്റെ സഹോദരൻ ഉണ്ടായിരുന്നത്. അവന്റെ ഇളയ സഹോദരൻ 4 വയസ്സുള്ള മൗലിക് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം അല്പം മുന്നിലായിരുന്നു. വാതിലിൽ വെടിയേക്കുന്നതും വാതിൽ തകരുന്നതും അകത്തേക്ക് ഭീകരന്മാർ കടക്കുന്നതും അവർ വെടിയുതിർക്കുന്നതും ഒക്കെ നിമിഷ നേരം കൊണ്ടാണ് സംഭവിച്ചത്. ഭയന്നുപോയ മൃണാൾ അവന്റെ 5 വയസ്സുള്ള അനുജന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു കസേരയുടെ അടിയിലേക്ക് കയറി ഒളിച്ചു. ശരിക്കും ആ കൊച്ചു പയ്യൻ ഭയന്നുപോയി എന്ന് പറയാം. ഏകദേശം ഒരു 10 മിനിറ്റോളം അതിശക്തമായ ഫയറിംഗ് ആണ് ആ മൾട്ടിമീഡിയ ഷോ നടന്നിരുന്ന എക്സിബിഷൻ ഹാൾ നമ്പർ 1 നടന്നത്. ആളുകളുടെ അലമുറയിട്ടുള്ള കരച്ചിലും വെടിയുടെ ശബ്ദവും ആ വെടിശബ്ദത്തിനോടൊപ്പം ഫർണിച്ചർ തകരുന്ന സൗണ്ടും ഒക്കെയായി ഒരു വല്ലാത്ത ബഹളം. ആ മുറിയിൽ തലങ്ങു വിലങ്ങും വെടിയുതിർത്തിട്ട് ആ ഭീകരന്മാർ അവർ തകർത്ത വാതിലിലൂടെ തന്നെ പുറത്തിറങ്ങി. വെടിയുടെ ശബ്ദം നിലച്ചതും മൃണാൾ അവന്റെ 5 വയസ്സുള്ള സഹോദരനെ വിളിച്ചുകൊണ്ട് ഇളയ സഹോദരൻ ഇരുന്ന ഭാഗത്തേക്ക് ഓടിയെത്തുമ്പോൾ അവന്റെ ഇളയ സഹോദരൻ 4 വയസ്സുള്ള മൗലിക്കും അവന്റെ മുത്തശ്ശനും ഒക്കെ വെടിയേറ്റ് ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ് മൃണാൾ കാണുന്നത്. ആ ഹാളിനകത്ത് ശരിക്കും മാംസങ്ങൾ ചിതറിക്കിടക്കുകയാണ്. മൃണാൾ അന്തം വിട്ട് ആ കാഴ്ചയിലേക്ക് നോക്കുന്ന അതേ സമയത്ത് പുറത്തെത്തിയ ആ ഭീകരന്മാർ ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയുടെ നേരെ അവർ തോക്ക് ചൂണ്ടിയതും ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു സിഖുകാരൻ ആ ഭീകരന്മാരുടെ കാലിലേക്ക് വീണ് അവരോട് പറഞ്ഞു, പ്ലീസ് പ്ലീസ് ദയവായി എന്റെ മോളെ കൊല്ലരുത്. അങ്ങനെ ആ സിഖുകാരൻ പറഞ്ഞതും തോക്ക് ചൂണ്ടിയിരുന്ന ഭീകരനോട് മറ്റേ ഭീകരൻ അവർ വിട്ടേക്കാൻ പറഞ്ഞു. അതിന് പകരമായി അവർ ചോദിച്ചത് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറാനുള്ള വഴിയാണ്. ആ സിഖുകാരൻ ആ വഴി അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അടുത്ത നിമിഷത്തിൽ ആ ഭീകരന്മാർ 2 പേരും ആ സിഖുകാരൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ പടിക്കെട്ട് നേരെ ഓടി. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ ഭീകരന്മാർ ആ പടിക്കെട്ട് വഴി അമ്പലത്തിന്റെ മുകളിലേക്ക് കടന്നു. ഈ സമയത്താണ് പോലീസ് സംഘം ക്ഷേത്രത്തിന്റെ മുന്നിലെത്തിയത്. ക്ഷേത്രത്തിൽ ആദ്യം എത്തിയത് SI ചുദാസ്മയും അദ്ദേഹത്തോടൊപ്പമുള്ള 6 പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. ആ 7 ടീം ആ അക്ഷതം ക്ഷേത്ര കോംപ്ലക്സിനകത്തേക്ക് കടക്കുന്ന ആ നിമിഷത്തിൽ അവർ ആദ്യം കണ്ടത് വെടിയേറ്റ് വീണ് കിടക്കുന്ന ഒരു സ്ത്രീയുടെ ബോഡിയാണ്. ശരിക്കും അവരുടെ ബോഡി വെടിയേറ്റ് ചിതറിയിരിക്കുകയാണ്. സുദാസ്മയും അദ്ദേഹത്തോടൊപ്പമുള്ള പോലീസുകാരും ശരിക്കും ഭയന്നുപോയ നിമിഷം. ക്ഷേത്രത്തിനകത്ത് ഒരു ഷൂട്ടൗട്ട് നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഇത്ര ഒരു കാഴ്ചയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് ഒരിക്കലും ചുദാസ്മയും അദ്ദേഹത്തോടൊപ്പമുള്ള പോലീസുകാരും കരുതിയിരുന്നല്ല. അവരുടെ കൈവശമുള്ളത് ശരിക്കും ലാത്തികളാണ്. ഒരാളുടെ കൈവശം മാത്രമാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് തോക്കുണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് പോയെങ്കിലും SI ചുദാസ്മി സംഘവും വളരെ ശ്രദ്ധിച്ച് അകത്തേക്ക് കടന്നു. വളരെ ശ്രദ്ധിച്ച് ആ സ്ത്രീയുടെ ഡെഡ് ബോഡി കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ അവർ പിന്നെയും ആ കാഴ്ചയിൽ തുടർച്ചയായി കാണുകയാണ്. വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഡെഡ് ബോഡികൾ അവിടെ ആ തുറസായ സ്ഥലങ്ങളിൽ കിടക്കുകയാണ്. ചുദാസ്മിയും ടീമും നേരിടാൻ പോകുന്ന ആളുകളുടെ കപ്പാസിറ്റിയെ കുറിച്ചുള്ള ഒരു സൂചനയാണ് അവിടെ ആ തുറസായ സ്ഥലത്ത് വെടിയേറ്റ് തകർന്നു കിടക്കുന്ന ആ ഡെഡ് ബോഡികൾ സൂചിപ്പിക്കുന്നത്. ചുദാസ്മയ്ക്ക് ടീമും അകത്ത് എത്ര ഭീകരന്മാരുണ്ടെന്നോ അവരെവിടെയാണ് ഉള്ളതെന്നോ ഒരു പിടിയുമില്ല. ആ നിമിഷത്തിലാണ് വീണ്ടും വെടിയുടെ ശബ്ദം ചുദാസ്മ കേൾക്കുന്നത്. വെടി ശബ്ദവും ഗ്രനേഡുകൾ പൊട്ടുന്ന ഭീകര സ്ഫോടന ശബ്ദവും കേട്ട ചുദാസ്മയും ടീമും സമീപത്തുള്ള തൂണുകൾക്ക് പിന്നിലേക്ക് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് ഈ നിമിഷത്തിലാണ്. ആ നിമിഷത്തിലാണ് SP ബ്രഹ്മഭട്ടും ടീമും അവിടെ എത്തുന്നത്. SP BR ബ്രഹ്മഭട്ട് ക്ഷേത്ര കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുമ്പോൾ
ശരിക്കും അദ്ദേഹം ഞെട്ടിയെന്ന് പറയാം. ക്ഷേത്രം പോലുള്ള ഒരു സ്ഥലത്ത് ഈ ശൈലിയിൽ ഡെഡ് ബോഡികൾ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും ബ്രഹ്മഭട്ട് കരുതിയിട്ടുണ്ടായിരുന്നില്ല. വെടിയേറ്റ് കൊല്ലപ്പെട്ട ആളുകൾക്ക് പുറമെ ഒത്തിരിയേറെ ആളുകൾ വെടിയേറ്റ് പരിക്കേറ്റ് കിടക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് ആളുകൾ ആ ക്ഷേത്രത്തിന് ചുറ്റും തടിച്ചു കൂടിയിട്ടുണ്ട്. അതിലുള്ള ചെറുപ്പക്കാർ ജാതി മത വർഗ പരിഗണനകൾ നോക്കാതെ വോളണ്ടിയേഴ്സായി പോലീസിനെ സഹായിക്കാനായി ആ സമയത്തിന് മുന്നോട്ട് വരികയും ചെയ്തു. മുകളിൽ നിൽക്കുന്ന ഭീകരന്മാർ ശരിക്കും തന്ത്രപ്രധാനമായ സ്ഥലത്താണ് നിൽക്കുന്നത്. അവന്മാർ കൃത്യ ഇന്റർവെല്ലുകളിൽ ഗ്രനേഡ് വലിച്ചെറിയുന്നുണ്ട്, അതുപോലെ ഫയർ ചെയ്യുന്നുമുണ്ട്. ഏത് ഭാഗത്തേക്കാണ് അവർ ഫയർ ചെയ്യുന്നത്, ഏത് ഭാഗത്തേക്കാണ് അവർ ഗ്രനേഡ് എറിയുന്നതെന്ന് മാത്രം ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പരിക്കേറ്റ് അകത്ത് കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നതും കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഡെഡ് ബോഡി പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. വോളണ്ടിയേഴ്സിന്റെ സഹായത്തോടു കൂടി അകത്ത് പരിക്കേറ്റ് വീണിരിക്കുന്ന ആളുകളെ പുറത്തേക്ക് എടുക്കുന്ന ആ സമയത്ത് തന്നെ SP ബ്രഹ്മഭട്ട് ക്ഷേത്രത്തിലെ മുഴുവൻ വാതിലുകളും ക്ലോസ് ചെയ്യാനുള്ള നിർദ്ദേശം ക്ഷേത്ര അധികാരികൾ കൊടുത്തു. അക്ഷരധാം ക്ഷേത്രത്തിന് അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. റിമോട്ട് ഉപയോഗിച്ച് ക്ഷേത്രത്തിലെ മുഴുവൻ വാതിലുകളും നിമിഷ നേരം കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അകത്ത് കടന്നിരിക്കുന്ന ഭീകരന്മാരെ ഒരു കാരണവശാലും പുറത്തു പോകാൻ അനുവദിക്കരുത്. ആ തീരുമാനത്തോടു കൂടിയാണ് ബ്രഹ്മഭട്ട് റിമോട്ട് ഉപയോഗിച്ച് മുഴുവൻ വാതിലുകളും ലോക്ക് ചെയ്തത്. ആ വാതിലുകൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞ SP ബ്രഹ്മഭട്ട് അഡീഷണൽ ഫോഴ്സ് എത്തിക്കാനായി മേലധികാരികളോട് ആവശ്യപ്പെട്ടു. SP ബ്രഹ്മഭട്ടിന്റെ ആവശ്യം കേട്ട ആ നിമിഷത്ത് തന്നെ DGP സ്റ്റേറ്റ് റിസർവ് പോലീസിന്റെയും ബോർഡർ പോലീസിന്റെയും ഓരോ ടീമിനെ അങ്ങോട്ട് അയച്ചു. സ്റ്റേറ്റ് റിസർവ് പോലീസും ബോർഡർ പോലീസും ആ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്താണ് SP ബ്രഹ്മഭട്ടും SI ചുദാസിയും അടങ്ങിയ ടീം കുറച്ചുകൂടി ഉള്ളിലേക്ക് കടക്കുന്നത്. അകത്ത് വീണ് കിടക്കുന്ന പരിക്കേറ്റ ആളുകളെയോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകളെയോ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. SI ചുദാസ തുടക്കത്തിലെ പോസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഗാന്ധിനഗറിലായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ മുക്കും മൂലയും ചുദാസിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചുദാസിയാണ് മുന്നിൽ നടക്കുന്നത്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. അറ്റാക്ക് തുടങ്ങിയിട്ട് കൃത്യം 30 മിനിറ്റ് ആകുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി LK അദ്വാനി ഫോണിൽ ബന്ധപ്പെട്ടു. ക്ഷേത്രത്തിനകത്ത് ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും അവരെ രക്ഷപ്പെടുത്താൻ NSGയുടെ സേവനം അനിവാര്യമാണെന്നുമാണ് മോഡി അദ്വാനിയോട് പറഞ്ഞത്. അദ്വാനി ഉടൻ തന്നെ NSG ഡയറക്ടർ ജനറൽ രഞ്ജിത് ശേഖറെ വിളിച്ച് ഉടൻ അഹമ്മദാബാദിലേക്ക് NSG അയക്കാൻ ആവശ്യപ്പെട്ടു. ഹരിയാനയിലെ മനേസറിലെ NSG ആസ്ഥാനത്ത് ടെന്നീസ് കളിക്കാനായി കോർട്ടിലേക്ക് നീങ്ങാൻ പോകുമ്പോഴാണ് ബ്രിഗേഡിയർ രാജ് സേതാപതിക്ക് ഡയറക്ടർ ജനറലിന്റെ കോൾ കിട്ടുന്നത്. NSG ഡയറക്ടർ ജനറൽ രഞ്ജിത് ശേഖർ സേതാപതിയോട് പറഞ്ഞു, സേതാപതി 30 മിനിറ്റിനകം നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കണം. ടാർഗറ്റ് അഹമ്മദാബാദ് അക്ഷരധാം ക്ഷേത്രം. ശരിക്കും ഷാർപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് ഈ രഞ്ജിത് ശേഖർ. NSG ഡയറക്ടർ രഞ്ജിത് ശേഖറിന്റെ ഉത്തരവ് കിട്ടി കൃത്യം 1 മണിക്കൂറാകുമ്പോൾ വൈകുന്നേരം 6:30 സേതാപതിയും ടീമും ദില്ലിയിലെ പാലം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ദില്ലിയിലെ പാലം ഇന്റർനാഷണൽ എയർപോർട്ടിൽ NSGകൾ പുറപ്പെടാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അഹമ്മദാബാദിലെ ആ അക്ഷരധാം ക്ഷേത്രത്തിൽ SP ബ്രഹ്മഭട്ടും അദ്ദേഹത്തോടൊപ്പമുള്ള പോലീസ് സംഘവും BSFന്റെ ആളുകളും സ്റ്റേറ്റ് റിസർവ് പോലീസിലെ പോലീസുകാരൊക്കെ ചേർന്ന് ആ ക്ഷേത്രം അരിച്ചു പറക്കുകയാണ്. ആ ഭീകരന്മാർക്ക് വേണ്ടിയുള്ള അവരുടെ ആ തിരച്ചിൽ ശരിക്കും ഒരു തുറന്ന ഫയറിംഗിലേക്ക് മാറി. വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്ന ആ ഭീകരന്മാർക്ക് ക്ഷേത്രത്തിന്റെ സമീപത്തേക്ക് വരുന്ന ആ പോലീസ് സേനയെ അനായാസമായി നേരിടാൻ പറ്റുന്നുണ്ട്. ഇതിനിടയിൽ SP ബ്രഹ്മഭട്ടിന്റെ ആ പോലീസ് സേനയിലെ 2 ആളുകൾ ഭീകരന്മാരുടെ ഷാർപ്പ് ഫയറിംഗിൽ വെടിയേറ്റ് താഴെ വീണു. അനവധി കമാൻഡോസ് ആണ് ഭീകരന്മാരുടെ നിർത്താത്ത വെടിവെപ്പിൽ താഴേക്ക് പതിച്ചത്. ശരിക്കും സ്ട്രാറ്റജിക്കായി പൊസിഷനിൽ ആ ഭീകരന്മാർ നിൽക്കുന്നത് കൊണ്ട് പോലീസിന് മുന്നോട്ട് പോകാൻ തീരെ പറ്റാത്ത സാഹചര്യമാണ്. സമയം സന്ധ്യയാകാറായതുകൊണ്ട് പോലീസ് ആ ഭാഗം മുഴുവൻ വെളിച്ചത്തിൽ കുളിപ്പിക്കാനായി അനവധി ലൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു. ക്ഷേത്രത്തിനകത്തുള്ള ലൈറ്റുകളും അഡീഷണലായി കൊണ്ടുവന്ന ലൈറ്റുകളും കൊണ്ട് ക്ഷേത്ര കോമ്പൗണ്ട് ചുറ്റും ഇപ്പോൾ പ്രകാശവലയം തീർത്തിരിക്കുകയാണ്. പകൽ പോലെ ആ ക്ഷേത്ര കോമ്പൗണ്ട് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുമ്പോൾ SI ചുദാസിയും SP ബ്രഹ്മഭട്ടും അടങ്ങിയ ടീം പരിക്കേറ്റ് വീണ പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നൊന്നായി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ വെടിയേറ്റ് വീണ ഒരു കമാൻഡോ പെടുന്നത്. അത് കണ്ടതും SI ചുദാസ ബ്രഹ്മഭട്ടിനോട് പറഞ്ഞു, സർ ഞാൻ എടുക്കാം. SI ചുദാസയ്ക്കും ടീമിനും ആ കമാൻഡോയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു സംരക്ഷണ വലയം തീർക്കാൻ വേണ്ടി അവിടെ എത്തിയ സ്പെഷ്യൽ പോലീസിനോട് SP ബ്രഹ്മഭട്ട് ക്ഷേത്രത്തിന് മറ്റേ എൻഡിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടു. SP ബ്രഹ്മഭട്ടും ടീമും നിൽക്കുന്ന സ്ഥലത്തിന്റെ നേർ എതിർഭാഗത്ത് ആ ടീം എത്തിയാൽ അവർക്ക് അവിടെ നിന്നുകൊണ്ട്
ആ ഭീകരന്മാർക്ക് നേരെ നിറയൊഴിക്കാൻ പറ്റും. ക്ഷേത്രത്തിന് മുകളിലുള്ള ആ ഭീകരന്മാരുടെ ശ്രദ്ധ അവരെ നിറയൊഴിക്കുന്ന ഭടന്മാരിലേക്ക് മാറുമ്പോൾ വെടിയേറ്റ് വീണ കമാൻഡോസിനെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അത്തരമൊരു തീരുമാനം SP ബ്രഹ്മഭട്ട് എടുത്തത്. ബ്രഹ്മഭട്ടിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ആംഡ് പോലീസിലെ ആ പോലീസുകാർ ക്ഷേത്രത്തിന്റെ മറുഭാഗത്തേക്ക് നീങ്ങിയ ആ നിമിഷത്തിൽ മുകളിലുണ്ടായിരുന്ന ആ ഭീകരന്മാർ അവർക്ക് നേരെ മുകളിൽ നിന്ന് ഗ്രനേഡുകൾ വലിച്ചെറിഞ്ഞു. ശരിക്കും ആ ഗ്രനേഡ് ആക്രമണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന സ്പെഷ്യൽ ആംഡ് പോലീസിന് നേരെ മുകളിൽ നിന്ന് ഗ്രനേഡ് വന്നു വീണതും ആ സേന ഒന്നാകെ ചിതറി. അവർ ചിതറി ഓടുമ്പോൾ മുകളിൽ നിന്ന് ആ ഭീകരന്മാർ നമ്മുടെ റിസർവ് പോലീസിന് നേരെ നിറയൊഴിക്കാനും തുടങ്ങി. അതിനിടയിൽ തന്നെ അവർ പിന്നെയും ഗ്രനേഡ് വലിച്ചെറിഞ്ഞു. പുറത്ത് കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളും ക്ഷേത്രത്തിനകത്ത് കുടുങ്ങി ഇപ്പോഴും കിടക്കുന്ന ആളുകളും ഒക്കെ ഞെട്ടിപ്പോയ നിമിഷമാണ്. സ്ഫോടനങ്ങളുടെ തുടർച്ചയായ ശബ്ദവും വെടിവെപ്പിന്റെ ശബ്ദവും ആളുകളുടെ കരച്ചിലിന്റെ ശബ്ദവും കൊണ്ട് ക്ഷേത്രം ആകെ മുഖരിതമാണ്. എന്നിട്ടും ജീവൻ പണയം വെച്ചുകൊണ്ടും വോളണ്ടിയേഴ്സായ ചെറുപ്പക്കാർ അകത്ത് നിന്ന് പരിക്കേറ്റ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണ് ചുദാസ്മ വെടിയേറ്റ് വീണ ഒരു കമാൻഡോസിന് ജീവനുണ്ടെന്ന് കണ്ടിട്ട് അയാളുടെ അടുത്തേക്ക് ഇഴഞ്ഞെത്തുന്നത്. ചുദാസ്മ ആ വെടിയേറ്റ് വീണ കമാൻഡോയെ എടുത്തു പോക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് SP ബ്രഹ്മഭട്ടും അദ്ദേഹത്തോടൊപ്പമുള്ള ടീമും ഉണ്ട്. പക്ഷെ ആ നിമിഷത്തിൽ അപ്രതീക്ഷിതമായി ആ ഭീകരന്മാർ ചുദാസ്മയ്ക്കും ടീമിന് നേരെ നിറയൊഴിച്ചു. 2 വെടിയുണ്ടകളാണ് SI ചുദാസ്മയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയത്. അതേ സമയത്ത് തന്നെ SP ബ്രഹ്മഭട്ടിനും വെടിയേറ്റു. ബ്രഹ്മഭട്ടിന് മാത്രമല്ല, കൂടെയുള്ള പല ഉദ്യോഗസ്ഥർക്കും വെടിയേറ്റു. സകലരും വെടിയേറ്റ് താഴെ വീണു. ശരിക്കും നിർണായകമായ പൊസിഷനിൽ ആ ഭീകരന്മാർ നിൽക്കുന്നതുകൊണ്ട് തുറസായ സ്ഥലത്ത് ഒരു രക്ഷാ ദൗത്യം എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണെന്ന് വ്യക്തമാണ്. പക്ഷേ ആ തുറസായ സ്ഥലത്ത് വെടിയേറ്റ് വീണ കമാൻഡോയ്ക്ക് ജീവനുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് അയാളെ രക്ഷിക്കാൻ ചുദാസ്മയും ടീമും ഒരു ശ്രമം നടത്തിയത്. ചുദാസ്മയും ടീമും വെടിയേറ്റ് വീണത് നേരത്തെ ചിതറി ഓടിയ ആ സ്റ്റേറ്റ് റിസർവ് പോലീസിലെ പോലീസുകാർ കണ്ടായിരുന്നു. അവർ ആ നിമിഷത്തിൽ മുകളിലുള്ള ആ ഭീകരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് തുരുതുര നിറയൊഴിക്കാൻ ആരംഭിച്ചു. ശരിക്കും നിറുത്തില്ലാത്ത ഫയറിംഗ്. ആ ഫയറിങ്ങിന് ഫലമുണ്ടായി. ആ ഭീകരന്മാരുടെ ശ്രദ്ധ പൂർണ്ണമായും അവർ ഫയർ ചെയ്യുന്ന ടീമിലേക്ക് മാറി. ഈ സമയത്ത് ബാക്കിയുള്ള പോലീസുകാർ ചേർന്ന് ബ്രഹ്മഭട്ടിനെയും ചുദാസ്മയും നേരത്തെ വെടിയേറ്റ് വീണ ആ കമാൻഡോ ഉൾപ്പെടെ സകല ആളുകളെയും പുറത്തേക്ക് എത്തിച്ചു. ശരിക്കും ആംബുലൻസുകൾ ക്ഷേത്രത്തിന് ചുറ്റും റെഡിയായി നിൽക്കുകയാണ്. പരിക്കേറ്റ് വരുന്ന ആളുകളെ അതിവേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമായപ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പോലീസും ഭീകരന്മാരും തമ്മിലുള്ള ഫയറിംഗ് ഇടവിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിന് ചുറ്റും ലൈറ്റുകൾ അങ്ങനെ പ്രകാശിച്ച് നിൽക്കുമ്പോൾ പകലിൽ ആ ക്ഷേത്രം കാണുന്ന പോലെ ആളുകൾക്ക് ആ ക്ഷേത്രം ഇപ്പോൾ കാണാം. അതിനിടയിലാണ് വെടിവെപ്പ് നടക്കുന്നത്. ആ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ രാത്രി 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോൾ 3 NSG വണ്ടികൾ അവിടെ എത്തി. 2 NSG വണ്ടികളിൽ നിന്നായി NSG ഭടന്മാർ പുറത്തേക്ക് ഇറങ്ങി. 3ാമത്തെ വണ്ടിയിൽ നിന്ന് NSG കൊണ്ടുവന്ന എക്യുപ്മെന്റുകളാണ് പുറത്തേക്ക് ഇറക്കിയത്. ശരിക്കും ആധുനികങ്ങളായ സകല വിധത്തിലുള്ള ആയുധങ്ങളുമായിട്ടാണ് NSG എത്തിയിരിക്കുന്നത്. NSG എത്തിയ നിമിഷത്ത് തന്നെ NSGയെ വരവേറ്റത് ആ ക്ഷേത്രത്തിന് മുകളിൽ നിന്ന് NSGക്ക് നേരെയുള്ള വെടിയുണ്ടകളാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് NSGയെ വെടിയുണ്ട കൊണ്ട് ആ ഭീകരന്മാർ വരവേൽക്കുന്നത്. ബ്രിഗേഡിയർ സേനാപതി വെടിയേൽക്കാതെ ഭാഗ്യം കൊണ്ടാണ് സത്യത്തിൽ രക്ഷപ്പെട്ടത്. സേനാപതിക്കും ടീമിനും അവരുടെ കയ്യിലുള്ള റോക്കറ്റ് ലോഞ്ചർ ആ ക്ഷേത്ര ഗോപുരത്തിലേക്ക് തിരിച്ചാൽ ആ നിമിഷത്തിൽ ആ ഭീകരന്മാരെ വെടിവെച്ചിടാൻ പറ്റും. പക്ഷേ LK അദ്വാനി വളരെ വ്യക്തമായ നിർദ്ദേശം സേനാപതിക്കും ടീമിനും കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും അമ്പലത്തിന് കേടുപാട് വരരുത്, അതാണ് നിർദ്ദേശം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്ന ഭീകരന്മാരെ പുറത്താക്കാൻ വേണ്ടി സൈന്യം നടത്തിയ ആ ഇടപെടലിൽ ക്ഷേത്രത്തിനകത്തെ പ്രധാന ഭാഗങ്ങൾക്ക് വരെ കേടുപാട് പറ്റിയിരുന്നു. ആ കേടുപാടുകളാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് പിന്നീട് കാര്യങ്ങൾ എത്തിച്ചത്. ആ കാര്യം LK അദ്വാനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്വാനി NSGക്ക് ആ ശക്തമായ നിർദ്ദേശം കൊടുത്തത്. ഇപ്പോ ആ നിർദ്ദേശം ഒരു പാരയായി സേനാപതിക്ക് ടീമിന് മാറുകയാണ്. വളരെ സുരക്ഷിതമായി ഒളിച്ചിരിക്കുകയാണ് ആ ഭീകരന്മാർ. അവരുടെ കൈവശം എത്രത്തോളം ആയുധമുണ്ടെന്നോ ഏതൊക്കെ ശൈലിയിലുള്ള ആയുധമുണ്ടെന്നോ NSGക്ക് അറിയത്തില്ല. NSGക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണം ഏത് ശൈലിയിൽ വേണമെന്ന് തീരുമാനിക്കാൻ ലേശൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം സേനാപതിയും ടീമും ക്ഷേത്ര കോമ്പൗണ്ടിനകത്തേക്ക് കടന്നു. NSG കമാൻഡോസിന്റെ ഹെൽമറ്റ് ബുള്ളറ്റ് പ്രൂഫാണ്. അതുപോലെ അവരുടെ ഡ്രസ്സും ബുള്ളറ്റ് പ്രൂഫാണ്. ഒരു ബുള്ളറ്റും അവരുടെ ശരീരത്തിൽ കടക്കില്ല എന്നർത്ഥം. അത് സ്വാഭാവികമായിട്ടും NSG കമാൻഡോസ് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ബുള്ളറ്റ് പ്രൂഫ് ഹെൽമറ്റും ഡ്രസ്സും ധരിച്ച NSG കമാൻഡോസ്
ക്ഷേത്ര കോമ്പൗണ്ട് വളഞ്ഞ് അകത്തേക്ക് കടക്കുകയാണ്. ശരിക്കും നിർണായകമായ ഒരു മുന്നേറ്റമാണ് അവർ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഇന്ത്യയിലെമ്പാടുമുള്ള ചാനലുകളിൽ ലൈവ് ടെലികാസ്റ്റ് നടക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരു ഭീകര ആക്രമണം ഒരു ക്ഷേത്രത്തിനകത്ത് നടക്കുന്നത്. നേരത്തെ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന് വേണ്ടി ബിദ്രംവാലയും ടീമും നടത്തിയ ആക്രമണം ഒരു ഭീകര സംഘടന നടത്തിയ ഒരു കൂട്ടായ യുദ്ധമായിരുന്നു. ഇതല്ല, ഭീകരന്മാർ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് കടന്ന് നിരപരാധികളായ ആളുകളെ വെടിവെച്ചിടുകയാണ്. NSCക്കാർ അകത്തെത്തിയോടുകൂടി എക്സിബിഷൻ ഹാൾ ഒന്നിനകത്ത് വെടിയേറ്റ് കിടന്നിരുന്ന ആളുകളുടെ ഡെഡ് ബോഡികൾ ഒന്നായി പുറത്തേക്ക് എത്തി തുടങ്ങി. ശരിക്കും ജനം നടുങ്ങിപ്പോയ നിമിഷമാണത്. ഒരുപാട് കൊച്ചുകുട്ടികളും സ്ത്രീകളും മുതിർന്ന ആളുകളൊക്കെ വെടിയേറ്റ് വീണവരുടെ കൂട്ടത്തിലുണ്ട്. ചിലർക്കൊക്കെ ജീവനുണ്ട്, ചിലരൊക്കെ മരിച്ചിട്ട് മണിക്കൂറുകളായിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും NSC കമാൻഡോസ് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നിടയിൽ ഒരു NSC കമാൻഡോയ്ക്ക് വെടിയേറ്റു. അയാളുടെ തലയിൽ ബുള്ളറ്റ് പ്രൂഫ് ഹെൽമറ്റാണ്, ബോഡിയിൽ ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സുമാണ്. പക്ഷെ ഇത് രണ്ടിനും ഇടയിൽ കഴുത്തെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൃത്യം ആ NSC കമാൻഡോയുടെ കഴുത്തിലേക്കാണ് ആ ഭീകരന്മാർ വെടിവെച്ചത്. വെടിയേറ്റ് താഴേക്ക് വീണ ആ NSC കമാൻഡോ ആ സ്പോട്ടിൽ കൊല്ലപ്പെട്ടു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഷാർപ്പ്നെസ് ആ ഭീകരന്മാർക്കുണ്ടെന്ന് വ്യക്തമാണ്. NSC കമാൻഡോ അങ്ങനെ വെടിയേറ്റ് വീണതും ബ്രിഗേഡിയർ സേനാപതിയും ടീമും ശരിക്കും സ്ട്രാറ്റജിക്കായ ഒരു തീരുമാനമെടുത്തു. ആ ഭീകരന്മാരെ ഇനി രാത്രിയിൽ നേരിടണ്ട, ആ ഭീകരന്മാരെ വളഞ്ഞു നിൽക്കുക, നേരം വെളുത്തിട്ട് പകൽ അവരെ ആക്രമിക്കാം. ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം NSC കമാൻഡോ വെടിയേറ്റ് വീണത് തന്നെയാണ്. NSC കമാൻഡോ വെടിയേറ്റ് വീണതോടുകൂടി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 3 ആയിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ഭക്തരുടെ എണ്ണം 27 27 നിരപരാധികളായ ഭക്തരെയും 3 പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ആ ഭീകരർ ഇതിനിടയിൽ വെടിവെച്ച് കൊന്നത്. ഇപ്പോഴും അവന്മാർ മുകളിലുണ്ട്. 86ഓളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. പോലീസും ജനവും NSC കമാൻഡോസും രാഷ്ട്രീയ നേതൃത്വവും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലുകളും പത്രലേഖരും ഒക്കെ ആ ക്ഷേത്രത്തിന് ചുറ്റുമായി അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ നേരം വെളുത്തു. നേരം വെളുക്കുന്ന ആ സമയത്താണ് ആ ഭീകരന്മാർ അവർ നേരത്തെ ഒളിച്ചിരുന്ന ഭാഗത്ത് നിന്ന് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഭാഗത്തേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തതും NSCയുടെ സ്വഭാവം മാറി. NSC കമാൻഡോസിന് പിന്നീട് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ശരിക്കും ശ്രദ്ധാപൂർവം ആ NSC കമാൻഡോസ് ആ ഭീകരന്മാരെ ടോയ്ലറ്റിന്റെ പുറത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ തുരുതുര നിറയൊഴിക്കാൻ ആരംഭിച്ചു. രാവിലെ 7:30 ആയോടുകൂടി ആ കാര്യം ഉറപ്പായി. ആ 2 ഭീകരന്മാരും കൊല്ലപ്പെട്ടു. ആ കാര്യം ഉറപ്പായതും NSC കമാൻഡോസ് വളരെ ശ്രദ്ധാപൂർവം ആ ടോയ്ലറ്റ് ബ്ലോക്കിലേക്ക് കയറി. അവർ അവിടേക്ക് കയറുമ്പോൾ വെടിയേറ്റ് അരിപ്പ പോലെ ആ 2 ഭീകരന്മാരും അവിടെ കിടപ്പുണ്ട്. ഗുജറാത്തിനെയും ഇന്ത്യയും മുൾമുനയിൽ നിർത്തിയ 15ഓളം മണിക്കൂർ നീണ്ടുനിന്ന ആ ഭീകര ആക്രമണത്തിന് അങ്ങനെയാണ് അവസാനമുണ്ടായത്. പക്ഷെ അവിടെ നിന്നാണ് ആ ചോദ്യം ആരംഭിക്കുന്നത്. ആരാണ് ആ ഭീകരർ? ആ ചോദ്യം ചോദിക്കുന്നത് ആ നിമിഷത്തിൽ മാത്രമല്ല, ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് ശങ്കർ സിംഗ് വഘേല ആ ക്ഷേത്രത്തിന് അടുത്ത് ഓടിയെത്തിയിരുന്നു. ശങ്കർ സിംഗ് വഘേല വന്ന ഉടൻ തന്നെ പത്രക്കാരോട് പറഞ്ഞ ഒരു വാചകം ശരിക്കും ശ്രദ്ധേയമായ ഒന്നാണ്. അവർ മുസ്ലിംസ് ആയിരിക്കത്തില്ല, മുസ്ലിം മതവിശ്വാസികളാണ് ക്ഷേത്രത്തിനകത്ത് കയറി ആ കൊലപാതക പരമ്പര നടത്തിയിരിക്കുന്നതെങ്കിൽ പ്രശ്നം ഗുരുതരമാകുമെന്ന് ശങ്കർ സിംഗ് വഘേലയ്ക്ക് അറിയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഗോദ്രയിലെ ആ ബോഗി കത്തിയ ആ വിഷയവും തുടർന്ന് ഗുജറാത്ത് കേട്ട കലാപവും ശങ്കർ സിംഗ് വഘേലയുടെ മുന്നിലുണ്ട്. ശങ്കർ സിംഗ് വഘേല പറയുന്നത് കേട്ട ഒരു കോൺഗ്രസ് MLA അയാളെ വളഞ്ഞിരിക്കുന്ന ആളുകളോട് മുസ്ലിംസ് ആയിരിക്കത്തില്ല അകത്ത് കയറിയെന്ന് പറഞ്ഞതും അടുത്ത് നിൽക്കുന്ന ആൾ അയാൾ അടിച്ചതും ഒരേ നിമിഷത്തിലാണ്. അകത്തുള്ള ആളുകൾ മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയമെന്ന് ആ ആളുകൾ പറയാതെ പറയുകയാണ്. ഒരു കലാപം കൂടി താങ്ങാനുള്ള കരുത്ത് ആൾക്കാർക്കില്ല എന്നാണ് സത്യം. ആളുകൾ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി LK അദ്വാനി അഹമ്മദാബാദിൽ പറന്നിറങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും LK അദ്വാനിയൊക്കെ ക്ഷേത്രത്തിന്റെ മുന്നിലുണ്ട്. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഒമാനിൽ ഔദ്യോഗിക സന്ദർശനത്തിന് പോയിരിക്കുകയാണ്. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഒമാനിൽ സന്ദർശനത്തിലായിരിക്കുന്ന വിവരം സ്വാഭാവികമായിട്ടും പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്ത ആളുകൾ വായിക്കുന്ന അതേ സമയത്ത് ഒരു ഫ്ലാഷ് ന്യൂസ് TVയിലേക്ക് കാണിക്കുകയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി ഭീകര ആക്രമണം നടന്ന ആ അക്ഷർധാം ക്ഷേത്രത്തിൽ എത്തുന്നു എന്നുള്ള വിവരമാണ് ഫ്ലാഷ് ന്യൂസ് ആയത്. സോണിയ അങ്ങോട്ട് വരുന്നത് കേട്ടതും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന്റെ സന്ദർശനം പകുതി വഴിക്ക് ഉപേക്ഷിച്ച് നേരെ ഇന്ത്യയിലേക്ക് തിരിച്ചു. ശരിക്കും അപകടകരമായ ഒരു രംഗത്തിന് ഗുജറാത്ത് വീണ്ടും സാക്ഷ്യം വഹിക്കുമോ എന്നൊരു പേടി
സ്വാഭാവികമായും വാജ്പേയിക്കും കേന്ദ്ര ഭരണകൂടത്തിനുമുണ്ട്. ഈ സമയത്ത് ഗുജറാത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി രോഗികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുകയാണ്. അയാൾ 24 മണിക്കൂറും അവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറയാം. ഒരു തരത്തിലുള്ള പരാതിയും ഫീൽഡിൽ നിന്ന് ഉണ്ടാകാതെ നോക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഈ സമയത്ത് NSG കമാൻഡോകൾക്ക് നേതൃത്വം വഹിച്ച സേനാപതി വെടിയേറ്റ് വീണ ആ ഭീകരന്മാരുടെ പോക്കറ്റിൽ നിന്ന് 2 പേപ്പറുകൾ വീണ്ടെടുത്തിരുന്നു. ഉറുദുവിലാണ് ആ പേപ്പറുകൾ ഉള്ളത്. ആ ഉറുദുവിൽ എഴുതിയിരിക്കുന്ന പേപ്പർ തെഹ്രീക് ഇ ഖാസ് എന്ന സംഘടനയുടെ പേരിലുള്ള പേപ്പറാണ്. തെഹ്രീക് ഇ ഖാസ് എന്ന് പറഞ്ഞാൽ പ്രതികാരത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമെന്നാണ്. 2002 ഗുജറാത്തിൽ ഉണ്ടായ ആ വർഗീയ കലാപത്തിൽ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ ആ മരണത്തിന് പ്രതികാരം ചോദിക്കാനായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മൂവ്മെന്റ് ആയിട്ടാണ് ഈ തെഹ്രീക് ഇ ഖാസിനെ ആ പേപ്പറിൽ വിശേഷിപ്പിക്കുന്നത്. തെഹ്രീക് ഇ ഖാസ് എന്ന ആ സംഘടനയെക്കുറിച്ച് അതിനു മുമ്പ് ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഗോദ്രയിലെ ആ ട്രെയിനിന്റെ ബോഗി കത്തിയ സംഭവവും അതിനുശേഷം ഉണ്ടായ ഗുജറാത്ത് കലാപവും ഒക്കെ ഗുജറാത്തിൽ ശരിക്കും 2 ധ്രുവങ്ങളിലേക്ക് മനുഷ്യരെ മാറ്റിയതുകൊണ്ട് ഈ ശൈലിയുള്ള സംഘടനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. എന്തായാലും വ്യക്തമായ കാരണം അറിയത്തില്ല. കൊല്ലപ്പെട്ട ആ 2 ഭീകരരെയും വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അവർ ധരിച്ചിരിക്കുന്ന അണ്ടർവെയർ ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും ചപ്പലാണെങ്കിലും അവരുടെ കൈവശമുള്ള ബാഗ് ആണെങ്കിലും എല്ലാം ലോക്കൽ മെയ്ഡാണ്. ഒന്നും തന്നെ വിദേശ ശക്തികളുമായി ബന്ധമുള്ളതല്ല. എന്നാൽ അതേ സമയത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി LK അദ്വാനിയും ആവർത്തിച്ചു പറയുന്നത് ഗുജറാത്തിന്റെ അതിർത്തിക്കപ്പുറമുള്ള പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഒരു അറ്റാക്കാണ് അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്നതെന്നാണ്. പാകിസ്ഥാനിലെ ഭീകരന്മാരാണ് അറ്റാക്ക് നടത്തിയെന്ന് മോദിയും അദ്വാനിയും ആവർത്തിക്കുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിലുള്ള പ്രശ്നം അതാണ്. പാകിസ്ഥാനുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു തെളിവും അവരുടെ ബോഡിയിൽ നിന്ന് കിട്ടുന്നില്ല. അവരുടെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും ലോക്കലാണ്. അവരുടെ വസ്ത്രമാണെങ്കിലും ബാഗ് ആണെങ്കിലും ലോക്കലാണ്. പക്ഷേ ലോക്കൽ അല്ലാത്ത ഒരു കാര്യം അവിടെ ഉണ്ട്. അത് അവരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളാണ്. ചൈന നിർമ്മിതവും ഓസ്ട്രിയ നിർമ്മിതവുമായ ആയുധങ്ങളാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. ആ ആയുധങ്ങൾ ലഷ്കർ-എ തോയ്ബ പോലുള്ള ഭീകരന്മാരുടെ കൈവശം സാധാരണഗതിയിൽ ഉള്ളതുമാണ്. ഇവന്മാർക്ക് ഇനി ലഷ്കർ-എ തോയ്ബ പോലുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ? ആ ചോദ്യം സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരും പത്രങ്ങളും സാധാരണ ജനങ്ങളും ഒക്കെ പരസ്പരം ചോദിക്കുകയാണ്. ഈ സമയത്താണ് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി അഹമ്മദാബാദിൽ എത്തുന്നതും ക്ഷേത്ര സന്ദർശനവും തുടർന്ന് ആശുപത്രി സന്ദർശനവും നടക്കുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തെ വളരെ സജീവമായി ഏറ്റെടുക്കുകയാണ്. സോണിയാഗാന്ധി എത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വാജ്പേയിയും സ്ഥലത്തെത്തി. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം അതിശക്തമായിട്ട് തന്നെ ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വിമർശനം അതിശക്തമാണ്. ഗുജറാത്ത് കലാപം നടന്നിട്ട് അധികം നാളുകളായിട്ടില്ല. വീണ്ടും ഒരു കലാപം ഗുജറാത്തിൽ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമം ആരുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെന്നുള്ള ആരോപണങ്ങളാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഗുജറാത്തിൽ ഒരു കലാപം കൂടി ഇനി ഉണ്ടായാൽ മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കുവാൻ തനിക്ക് കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് പൂർണ്ണമായി അറിയാം. സ്വാഭാവികമായിട്ടും വളരെ വിജിലന്റായ ഒരു നരേന്ദ്രമോദിയാണ് നമ്മൾ തുടർന്ന് കണ്ടത്. ഗുജറാത്തിലെ കലാപം നടന്ന സമയത്ത് സർക്കാർ ശരിയായി ഇടപെട്ടില്ല എന്ന ആരോപണം അന്നത്തെ മോദി സർക്കാരിനെതിരെ ഉള്ള സമയത്താണ് അക്ഷർധാം ക്ഷേത്രത്തിലെ ആ വെടിവെപ്പ് നടക്കുന്നതും ആ വെടിവെപ്പിനോടനുബന്ധിച്ചുകൊണ്ട് കലാപം ഉണ്ടാകാൻ പോയപ്പോൾ അതിശക്തമായി മോദി സർക്കാർ ഇടപെട്ട് നിയന്ത്രിക്കുന്നത്. ഗുജറാത്തിൽ ഒരിടത്തും ഒരു ശൈലിയിലുമുള്ള കലാപം ഉണ്ടാകാതിരിക്കാൻ അതിശക്തമായ ഒരു ശ്രമം തന്നെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. ഇതിനിടയിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഒരു ബന്ദിന് ആഹ്വാനം ചെയ്തു. ആ ബന്ദ് പക്ഷേ ഗുജറാത്തിൽ വിജയിച്ചില്ല. പക്ഷെ പിറ്റേ ദിവസം വിശ്വഹിന്ദു പരിഷത്ത് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വിശ്വഹിന്ദു പരിഷത്തിനും BJPക്കും ഇടയിൽ RSS തലവൻ സുദർശനാണ് ഉള്ളത്. സുദർശൻ വളരെ വ്യക്തമായി വിശ്വഹിന്ദു പരിഷത്തിന്റെ തലവൻ തെഹാഡിയോട് ആവശ്യപ്പെട്ട അനുസരിച്ച് ആ ബന്ദ് വളരെ സമാധാനപരമായാണ് പിന്നീട് നടന്നത്. ഒരു കാരണവശാലും മോദി സർക്കാരിന് വിഷമം ഉണ്ടാക്കുന്ന ശൈലിയിൽ ഒരു തരത്തിലുള്ള അക്രമവും ഗുജറാത്തിൽ നടക്കാൻ പാടില്ല എന്നുള്ള RSS തലവൻ സുദർശന്റെ നിർദ്ദേശത്തെ വിശ്വഹിന്ദു പരിഷത്തിന്റെ തലവൻ തെഗാഡിയ പൂർണ്ണമായി അംഗീകരിച്ചു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായി ആ ബന്ദ് അങ്ങ് കടന്നുപോയി. 2 മതങ്ങൾ തമ്മിലുള്ള സംഘർഷമായി ആ ബന്ദ് ചിലപ്പോൾ വളരാൻ സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യതയാണ് സുദർശൻ വളരെ നയപരമായി ഇല്ലാതാക്കിയത്. ഈ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും ഇരുട്ടിൽ തപ്പുകയാണ്. ആരാണ് ആ 2 ഭീകരന്മാർ? അവർ എങ്ങനെയാണ് അഹമ്മദാബാദിൽ എത്തിയത്? എവിടുന്നാ എത്തിയത്? ആയുധങ്ങൾ അവർക്ക് ആരാ കൊടുത്തത്? അവന്മാർ മാത്രമാണോ
ഈ ആക്രമണത്തിന് പിന്നിലുള്ളത്. അവന്മാരെ അവിടെ കൊണ്ടുവിട്ട ആ വെള്ള അംബാസഡർ കാർ ആരുടേതാണ്? ആ അംബാസഡർ കാറിൽ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ന്യൂസ് ക്ഷേത്രത്തിന് സമീപമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ് ഇപ്പോ പോലീസിന് അറിയാം. ആ ഭീകരന്മാരെ ആ ക്ഷേത്രത്തിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്ത ആ കാറിനകത്തുണ്ടായിരുന്ന വ്യക്തിക്ക് ഉറപ്പായും അവിടെ നടന്ന ആ ഭീകര ആക്രമണത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. പോലീസിന്റെ കയ്യിൽ ഇപ്പോൾ കുറേയേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ കാർ ഏതാണ്, ആ കാറിനകത്തുണ്ടായിരുന്ന ആളാരാണ്, ഈ കൊല്ലപ്പെട്ട ആളുകൾ ആരാണ്, ഈ കാര്യങ്ങളാണ് അവർക്ക് അറിഞ്ഞുകൂടാത്തത്. പോലീസ് പൂർണ്ണമായും ഇരുട്ടിലാണെന്ന് പറയാം. സ്വാഭാവികമായിട്ടും പോലീസിനെതിരെ പത്രങ്ങളുടെയും TV ചാനലുകളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും നിശ്ചിതമായ വിമർശനം ഉണ്ടാവുകയാണ്. ആദ്യം ഈ അന്വേഷണം ഏറ്റെടുത്തത് ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒരിടത്തും എത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയതും നരേന്ദ്രമോദി സർക്കാർ ആ അന്വേഷണം ആന്റി ടെറർ സ്ക്വാഡിലേക്ക് മാറ്റിക്കൊടുത്തു. ഭീകരാക്രമണം കഴിഞ്ഞ് കൃത്യം 2 ആഴ്ചയായപ്പോൾ അന്വേഷണം ആന്റി സ്ക്വാഡിന്റെ കൈവശം ഇരിക്കുമ്പോഴാണ് ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ടുകൾ വരുന്നത്. ക്ഷേത്രത്തിനകത്തുനിന്ന് കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ അവരുടെ റിപ്പോർട്ട് ആന്റി ടെറർ സ്ക്വാഡിന് ഏൽപ്പിച്ചു. കാലിപ്പർ ഏരിയയിൽ നിന്നാണ് അവർക്ക് ആവശ്യമായ ഡ്രസ്സും മറ്റ് സംവിധാനങ്ങളൊക്കെ അവർ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ആന്റി ടെറർ സ്ക്വാഡ് ആ ഫോറൻസിക് റിപ്പോർട്ടുകൾ വെച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും ഒന്നും അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല. സകലതും ഡെഡ് എൻഡ് ആവുകയാണ്. അവർക്ക് ലഭിക്കുന്ന ഏത് തെളിവും അന്വേഷിച്ചെത്തുമ്പോൾ അങ്ങ് അവസാനിക്കും. മുന്നോട്ട് പോകാൻ കഴിയാതെ അങ്ങനെ അവർ തടസ്സപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഡിസംബറിൽ അവർക്ക് ചില തെളിവുകൾ ലഭിക്കുന്നത്. അക്ഷതം ക്ഷേത്രത്തിൽ ഭീകര ആക്രമണം നടത്തിയ ആ 2 പേരും കാശ്മീരിൽ നിന്ന് വന്ന ഭീകരന്മാരാണെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ ആന്റി ടെറർ സ്ക്വാഡിന്റെ കൈവശമുള്ളത്. ആ ഇൻഫർമേഷൻ ആന്റി ടെറർ സ്ക്വാഡിന്റെ കൈവശം ഉണ്ടെന്ന് പറയുമ്പോഴും ശരിയായി അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യവും അവരിലില്ല. ഒരു ഊഹമാണ്, അല്ലെങ്കിൽ ഒരു ഊമക്കത്ത് പോലെ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് അവരുടെ കൈവശമുള്ളത്. ആ ഭീകരന്മാർ അഹമ്മദാബാദിൽ എത്തിയത് ട്രെയിനിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലാണോ എന്ന് പോലും ഇപ്പോൾ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആന്റി ടെറർ സ്ക്വാഡിന് അന്വേഷണം അധികം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആന്റി ടെറർ സ്ക്വാഡ് ഗുജറാത്തും സമീപ സ്റ്റേറ്റുകളും അരച്ച് കലക്കി ഒന്ന് പരിശോധിച്ചെങ്കിലും ആ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു തുമ്പും അവർക്ക് കിട്ടാതെ വരുമ്പോഴാണ് 2003 ഓഗസ്റ്റ് 29 സിറ്റി പോലീസ് കമ്മീഷണർ KR കൗശിക് ഒരു പത്രസമ്മേളനം നടത്തുന്നത്. പത്രക്കാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് KR കൗശിക് പത്രക്കാരോട് പറഞ്ഞു, അക്ഷതം ക്ഷേത്രം ആക്രമിച്ച ഭീകരന്മാരുമായി ബന്ധമുള്ള 5 ആളുകളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് അക്ഷതം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയാണ്. ആ അന്വേഷണം എങ്ങും എത്താതെ ഏതാണ്ട് എൻഡായി നിൽക്കുമ്പോഴാണ് കമ്മീഷണർ കൗശിക്കിന്റെ പത്രസമ്മേളനം നടക്കുന്നതും വിവരങ്ങൾ ജനം അറിയുന്നതും. സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ആ 5 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട 5 പേരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറെ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി കൗശിക് പത്രക്കാരോട് പറഞ്ഞു. എന്ത് വിവരമാണ് ലഭിച്ചതെന്ന് പത്രക്കാർ ചോദിച്ചതും കൗശിക് പത്രക്കാരോട് പറഞ്ഞു, ഈ അക്ഷതം ക്ഷേത്രം ആക്രമിക്കാനുള്ള പ്ലാൻ ആ ഭീകരന്മാർ ഉണ്ടാക്കിയത് സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കമ്മീഷണർ കൗശിക് നടത്തിയത്. ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തോയ്ബയും ഈ ആക്രമണത്തിന്റെ പിന്നിലുണ്ടെന്നും അവരുടെ ആളുകളാണ് റിയാദിൽ വെച്ച് അക്ഷതം ക്ഷേത്രത്തെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തതെന്നുമാണ് കമ്മീഷണർ കൗശിക് പത്രക്കാരോട് പറഞ്ഞത്. ജെയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ തോയ്ബിനെയും കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് പാകിസ്ഥാന്റെ രഹസ്യ സംഘടനയായ ISC ആണെന്നും കൗശിക് പത്രക്കാരോട് സൂചിപ്പിക്കുകയാണ്. ആക്രമണം നടന്ന ദിവസങ്ങളിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി LK അദ്വാനിയും ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ആ സൂചന ശരിവെച്ചുകൊണ്ടാണ് ഇപ്പൊ ഇതാ കമ്മീഷണർ കൗശിക് അതേ കഥ വീണ്ടും പറയുന്നത്. കൗശിക് 5 പേരെ അറസ്റ്റ് ചെയ്തെന്നും അവർക്ക് അക്ഷതം ക്ഷേത്രത്തിൽ നടന്ന ആ ആക്രമണത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങൾ അറിയാമെന്നും ഒക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തി അധിക ദിവസം കഴിഞ്ഞപ്പോൾ, അധിക സമയം കഴിയുമ്പോൾ കാശ്മീരിൽ മറ്റൊരു പത്രസമ്മേളനം അരങ്ങേറി. അവിടെയുള്ള സീനിയർ പോലീസ് ഒഫീഷ്യൽസ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. അവർ ഒരാളെ കാശ്മീരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ചാന്ദ് ഖാൻ എന്നാണ്. UPയിലെ ബറേലിക്കാരനായ ചാന്ദ് ഖാൻ കാശ്മീരിലാണ് താമസം. അയാളാണ് ഈ അക്ഷതം ക്ഷേത്രത്തിൽ നടന്ന ആ ഭീകര ആക്രമണത്തിന്റെ പിന്നിലുള്ള വ്യക്തി എന്നാണ് കാശ്മീർ പോലീസിന്റെ അവകാശവാദം. അഹമ്മദാബാദിലെ SP കൗശിക് പറഞ്ഞിരിക്കുന്നത് വേറെ 5 ആളുകളാണ് അക്ഷതം ക്ഷേത്രത്തിന്റെ ആക്രമണത്തിന് പിന്നിലെന്നാണ്. ഇപ്പൊ ഇതാ കാശ്മീരിലെ SP പറയുന്നു ആ 5 പേരുമല്ല, UPയിലെ ബറേലിക്കാരനായ ചാന്ദ് ഖാനാണ് ആക്രമണത്തിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്നാണ്.
സ്വാഭാവികമായും ആ രണ്ട് വാർത്തകളും പത്രത്തിൽ വളരെ വിശദമായിട്ട് തന്നെ സ്ഥലം പിടിച്ചു. പത്രങ്ങളിൽ ആ വാർത്ത വന്നതോടുകൂടി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകൻ കാശ്മീരിലെ അനന്തനാഗിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ചാന്ദ് ഖാനുമായി ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചു. ചാന്ദ് ഖാൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ചാന്ദ് ഖാന്റെ അഭിപ്രായത്തിൽ അയാൾക്ക് രണ്ട് ഭീകരന്മാരെ നൽകിയത് ലഷ്കർ-ഇ തോയ്ബയാണ്. ലഷ്കർ-ഇ തോയ്ബ ചാന്ദ് ഖാന് നൽകിയ ഭീകരന്മാരുടെ പേരുകൾ ഷക്കീൽ എന്നും അബ്ദുള്ള എന്നുമാണ്. ചാന്ദ് ഖാന്റെ കഥ അനുസരിച്ച് ചാന്ദ് ഖാനും ആ ലഷ്കർ-ഇ തോയ്ബയുടെ രണ്ട് ഭീകരന്മാരും കൂടി 2002 സെപ്റ്റംബർ 19 അനന്തനാഗിൽ നിന്ന് KMT 413 എന്ന നമ്പറുള്ള ഒരു വെളുത്ത അംബാസഡർ കാറിൽ തിരിക്കുന്നത് മുതലാണ് കഥ ആരംഭിക്കുന്നത്. ലഷ്കർ-ഇ തോയ്ബയുടെ അനന്തനാഗിലെ കമാൻഡർ അബ്ദുള്ള മൻസൂറിന്റെ ഉത്തരവ് പ്രകാരമാണ് ചാന്ദ് ഖാൻ ആ യാത്ര പ്ലാൻ ചെയ്യുന്നത്. അനന്തനാഗിൽ നിന്ന് ആ വെളുത്ത അംബാസഡർ കാറിൽ ചാന്ദ് ഖാനും അയാളുടെ ആ ലഷ്കർ-ഇ തോയ്ബയിലെ രണ്ട് സുഹൃത്തുക്കളും ഭാര്യയും മകളുമായിട്ട് യാത്ര തിരിച്ച് അവർ UP-യിലെ ബറേലി എത്തി. അവിടെ ഭാര്യയും മകളെ ഇറക്കി. അതിനുശേഷം ചാന്ദ് ഖാനും സുഹൃത്തുക്കളും ട്രെയിനിൽ ജയ്പൂരിലേക്ക് തിരിച്ചു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഭീകരന്മാരുടെ കൈവശം രണ്ട് കിടക്കയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ കിടക്കയ്ക്കകത്ത് അവരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളുമാണ് ഉണ്ടായിരുന്നത്. കാശ്മീരിലെ അനന്തനാഗിൽ നിന്ന് UP-യിലെ ബറേലി വരെ ചെക്കിംഗ് കൂടാതെ കടന്നു പോകാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഭാര്യയും കുട്ടിയും കൂടി ചാന്ദ് ഖാൻ കൂടെ കൂട്ടിയത്. ജയ്പൂരിൽ നിന്ന് ബസ്സിൽ അഹമ്മദാബാദിലെത്തിയ ചാന്ദ് ഖാനും ആ ലഷ്കർ-ഇ തോയ്ബയിലെ രണ്ടുപേരും ഒരു ഗസ്റ്റ് ഹൗസിലാണ് മുറിയെടുത്തത്. ഗുൽഷൻ ഗസ്റ്റ് ഹൗസ്. സെപ്റ്റംബർ 24 ഉച്ചയ്ക്ക് 2 മണി വരെ ആ ടീം ഗുൽഷൻ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. 2 മണിക്ക് അവർ ചെക്ക്ഔട്ട് ചെയ്തു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ അവർ അല്പസമയം അവിടെ ഇവിടെയൊക്കെ കറങ്ങുന്നതിന് ശേഷം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ ടാക്സിയിൽ അക്ഷർധാം ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ ആ രണ്ട് ലഷ്കർ-ഇ തോയ്ബക്കാരെയും ഇറക്കി വിട്ടതിന് ശേഷം ചാന്ദ് ഖാൻ ടാക്സിയിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങിയായിരുന്നു. അവിടെ നിന്ന് അയാൾ ജമ്മു കാശ്മീരിൽ മടങ്ങിയെത്തിയപ്പോൾ അയാൾക്ക് ഈ ഓപ്പറേഷൻ നടത്താൻ പണം കൊടുക്കുക എന്ന് പറഞ്ഞ വ്യക്തി 30,000 രൂപ കൊടുക്കുകയും ചെയ്തു. ചാന്ദ് ഖാന്റെ ഈ സ്റ്റേറ്റ്മെന്റും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ആ 5 പേര് പറഞ്ഞ കഥയായി അന്വേഷണ സംഘം പറഞ്ഞ സ്റ്റേറ്റ്മെന്റും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ശരിക്കും ഒരു സംശയം വായനക്കാർക്ക് സ്വാഭാവികമായി ഉണ്ടാവും. ആളുകളുടെ സംശയം സ്വാഭാവികമായിട്ടും പത്രക്കാരുടെ ചോദ്യങ്ങളായി മാറും. പത്രലേഖയുടെ ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥനായ DG വൻസരയാണ് മറുപടി പറഞ്ഞത്. DCP DG വൻസരയുടെ അഭിപ്രായത്തിൽ ഈ ചാന്ദ് ഖാൻ പറഞ്ഞ കഥയിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഒരു കാരണവശാലും അനന്തനാഗിൽ നിന്ന് കാറിൽ ബറേലി എത്തി അവിടെ നിന്ന് ട്രെയിനിൽ ജയ്പൂരിൽ നിന്ന് ബസ്സിൽ അഹമ്മദാബാദിലും വന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച് പിറ്റേന്ന് ഉച്ചയാകുമ്പോൾ പുറത്തിറങ്ങി ഒരു കാർ പിടിച്ച് അക്ഷർധാമിലെത്തി ആ വെടിവെപ്പ് നടത്താൻ പറ്റില്ല. അങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ശരിക്കും ലോക്കൽ സപ്പോർട്ട് വേണം. ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഈ ആക്രമണം നടക്കില്ല. DCPക്ക് വ്യക്തമായ അഭിപ്രായമാണ് അക്കാര്യത്തിലുള്ളത്. ഏതെങ്കിലും ജോലിക്ക് പോകുന്നത് പോലെ ജയ്പൂരിൽ നിന്ന് അഹമ്മദാബാദിലെത്തി പിറ്റേന്ന് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലേക്ക് ചെന്ന് വെടിവെക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമേ അല്ല. കാര്യമായ പ്രിപ്പറേഷൻ അവിടെ ഉണ്ടായാലേ പറ്റൂ. അക്കാര്യം DCPക്ക് 100% ഉറപ്പാണ്. ജമ്മു കാശ്മീരിൽ തടവിലായിരിക്കുന്ന ചാന്ദ് ഖാനെ ചോദ്യം ചെയ്യാനായി ജമ്മു കാശ്മീരിലേക്ക് തിരിക്കും മുമ്പ് പത്രക്കാരോടെല്ലാം DCP അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത 5 പേരിൽ ഒരാൾ ആദം സുലൈമാൻ അജ്മേരിയാണ്. ആദം സുലൈമാൻ അജ്മേരിയുടെ സഹോദരന്റെ വസതി പോലീസ് പരിശോധിച്ചപ്പോൾ ആ വസതിയിൽ നിന്ന് ലഭിച്ച എഴുത്തുകളും കൊല്ലപ്പെട്ട ആ ഭീകരന്മാരുടെ പോക്കറ്റിലുണ്ടായിരുന്ന ആ എഴുത്തുകൾക്കും തമ്മിൽ ഒരു സാമ്യമുണ്ട്. ആ എഴുത്തുകൾ കൈയക്ഷര വിദഗ്ധരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പോലീസിന് ഒരു തെളിവുകൂടി ലഭിക്കുകയാണ്. അജ്മേരിയുടെ സഹോദരനാണ് ആ ഭീകരന്മാരുടെ ദേഹത്തുണ്ടായിരുന്ന ആ എഴുത്തുകൾ എഴുതിയിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് പ്രകാരം സ്ഥാപിക്കപ്പെട്ട പോട്ട കോടതിയിലാണ് ഈ പ്രതികളെയൊക്കെ ഹാജരാക്കുന്നത്. പോട്ട കോടതിയിൽ പ്രതികളെ ഹാജരാക്കിയപ്പോഴാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ധ്രുവ് ഈ നിർണായകമായ ഇൻഫർമേഷൻ കോടതിയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ധ്രുവ് കോടതിയിൽ സമർപ്പിച്ച ആ ഡോക്യുമെന്റ് അനവധി വിദഗ്ധരുടെ പരിശോധനയ്ക്ക് വിധേയമാകുകയുണ്ടായി. ഫോറൻസിക് വിദഗ്ധരും ആ ഡോക്യുമെന്റുകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അക്കാര്യം അവസാനം ഉറപ്പായി. ആ കത്തുകൾ എഴുതിയിരിക്കുന്നത് അജ്മേരിയുടെ സഹോദരനാണ്. ആ കാര്യം ഉറപ്പായതും ജോയിന്റ് കമ്മീഷണർ ഓഫ് പോലീസ് PP പാണ്ഡെ പത്രക്കാരോട് പറഞ്ഞു, ഇത് അനവധി ഭീകര സംഘടനകൾ ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു ആക്രമണമാണ്. ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും മറ്റ് അനവധി ഭീകര സംഘടനകളും ഹൈദരാബാദിലെയും അഹമ്മദാബാദിലെയും
ബറേലിയിലെയും ഭീകരന്മാരും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഈ പ്ലാൻ ഉണ്ടാക്കിയത് സൗദിയിലെ റിയാദിൽ വെച്ചാണ്. വളരെ വിശദമായ ഒരു എക്സ്പ്ലനേഷൻ ആണ് ജോയിന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പി പാണ്ഡെ പത്രക്കാരോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്ന ആക്രമണത്തിന്റെ തലം അങ്ങ് വളരുകയാണ്. ഇതിനിടയിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ ലീക്ക് ചെയ്ത ഒരു വാർത്ത ശരിക്കും പ്രാമുഖ്യത്തോടെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ചാന്ദ് വഴി ടൈംസ് ഓഫ് ഇന്ത്യ അറിഞ്ഞ കാര്യം ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അക്ഷർധാം ക്ഷേത്രം ആക്രമിച്ച ആ ഭീകരന്മാർ ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് തങ്ങിയത് ജമ്മു കാശ്മീർ മന്ത്രിസഭയിലെ അഗ്രികൾച്ചർ മിനിസ്റ്റർ അബ്ദുൾ അസീസിന്റെ ഒരു ഫാം ഹൗസിലാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ആ വാർത്ത. സ്വാഭാവികമായിട്ടും വാർത്ത വൻ ഹെഡിങ്ങോടുകൂടി പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതും അബ്ദുൾ അസീസ് ആ വാർത്ത തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അയാളും അയാളുടെ കുടുംബവും വളരെ വർഷങ്ങളായി ഭീകരന്മാരുടെ നോട്ടപ്പുള്ളികളാണ്. ഭീകരവാദത്തിനെതിരായി നിലയുറപ്പിച്ചിട്ടുള്ള അവരുടെ കുടുംബത്തെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവരെ ഈ സംഭവത്തിലേക്ക് വലിച്ചിഴച്ചതാണെന്നാണ് അബ്ദുൾ അസീസിന്റെ അഭിപ്രായം. ജമ്മു കാശ്മീർ അഗ്രികൾച്ചർ മിനിസ്റ്റർക്ക് കൂടി ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്ന ആ ആക്രമണത്തിൽ ബന്ധമുണ്ടെന്നുള്ള ശൈലിയിൽ വാർത്തകൾ പടർന്നു തുടങ്ങിയതുകൂടി കഥയുടെ മാനം അങ്ങ് മാറുകയാണ്. സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ തലങ്ങളും വർദ്ധിച്ചു. ഇന്റർനാഷണൽ ലെവലിൽ അന്വേഷണം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അങ്ങനെയാണ് ലണ്ടനിലെ വസതിയിൽ നിന്ന് ഒരു ഭീകരനെ ഇന്റർപോൾ അറസ്റ്റ് ചെയ്യുന്നത്. ചാന്ദ് പറഞ്ഞ കഥയനുസരിച്ച് ചാന്ദ് ആ രണ്ട് ഭീകരന്മാരും അഹമ്മദാബാദിലെ ആ ക്ഷേത്രത്തിന് മുന്നിലെത്തിയത്. പക്ഷേ ആ ക്ഷേത്രത്തിന് മുന്നിൽ അപ്പോഴുണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ അഭിപ്രായത്തിൽ ആ വെള്ള അംബാസഡർ കാറിൽ ഡ്രൈവർക്ക് പുറമെ രണ്ടാളുകൂടി ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ നിന്നിറങ്ങിയ ആ രണ്ട് ഭീകരന്മാർക്ക് പുറമെ രണ്ടു പേര് കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ രണ്ടാമൻ ആരെന്ന് അറിയണമല്ലോ. സ്വാഭാവികമായിട്ട് പോലീസ് ചാന്ദ് അത് നിശ്ചിതമായിട്ട് തന്നെ ചോദ്യം ചെയ്തെങ്കിലും ചാന്ദ് അയാൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്ന രണ്ടാമനെ കുറിച്ച് ഒരു സൂചനയും പോലീസ് നൽകാൻ തയ്യാറായതേയില്ല. പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് അങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ്. ആ വ്യക്തി ആരെന്ന് അറിയുന്നതോടൊപ്പം തന്നെ പോലീസിന് ഒരു കാര്യം കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഈ ആക്രമണത്തിന് വേണ്ടി വൻതോതിൽ പണം മുടക്കപ്പെട്ടിരിക്കുകയാണ്. ആയുധങ്ങളും അമ്യൂണേഷനും അങ്ങനെ വെറുതെ ഉണ്ടായി വരത്തില്ലല്ലോ. ആരാണ് അതിനുള്ള പണം മുടക്കിയത്? ഈ ഭീകരന്മാർക്കുള്ള താമസ യാത്രാ സംവിധാനങ്ങൾ ചാന്ദ് പറയുന്നത് പോലെ ലളിതമായിട്ടൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ പിന്നിലും കാര്യമായ ഇടപെടലുകളുണ്ട്. ആരാകാം അതിനൊക്കെ സപ്പോർട്ട് കൊടുത്തത്? ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന്റെ മുന്നിലേക്ക് വരികയാണ്. പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതോടുകൂടി പോലീസിനെ കണ്ടുപിടിക്കേണ്ട ആളുകളുടെ എണ്ണവും കൂടി വരികയാണ്. 2003 ഡിസംബറിൽ പോട്ട കോടതി 26 ആളുകൾക്ക് വേണ്ടി വാറണ്ട് പുറപ്പെടുപ്പിക്കുന്നത് അങ്ങനെയാണ്. അക്ഷർധാം കേസ് അന്വേഷിക്കുന്ന പോലീസിന്റെ ആവശ്യപ്രകാരമാണ് 26 വാറണ്ടുകൾ പോട്ട കോടതി പുറപ്പെടുവിച്ചത്. എന്ന് പറഞ്ഞാൽ ആ 26 പേര് കൂടി ഈ അക്ഷർധാം കേസിൽ പങ്കാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ വാറണ്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ പോട്ട കോടതിയിൽ ഈ കേസിന്റെ വിചാരണ യഥാർത്ഥത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. വിചാരണ തുടങ്ങി വെച്ചുകൊണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ധ്രുവ് പറഞ്ഞത് ചാന്തും ഗുജറാത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ 5 ഭീകരന്മാരും ചേർന്ന് ആ 2 ലഷ്കർ ഇ തോയ്ബയിലെ ഭീകരന്മാരെ അക്ഷർധാമിൽ എത്തിച്ച് ആ ഭീകരാക്രമണം നടത്തിയെന്നാണ്. അതിന് 26ഓളം വേറെ ആളുകൾ സഹായികളായിട്ടുണ്ടെന്നാണ് ധ്രുവിന്റെ വാദം. ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ ചാന്ദ് പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് 2004 ജനുവരിയിൽ ചാന്ദ് ഒരു കുറ്റസമ്മത മൊഴി തന്നെ കോടതിക്ക് നൽകി. ആ കുറ്റസമ്മത മൊഴി അനുസരിച്ച് ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത 5 പേരിൽ ഒരാളായ മൻസൂർ ചൗധരിയാണ് ചാന്ദ് കാർ വാങ്ങാൻ സഹായിച്ചത്. ജമ്മു കാശ്മീർ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചൗധരി അക്ഷർധാം ക്ഷേത്രം ആക്രമിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കാനുള്ള കാരണം ഗുജറാത്ത് കലാപം തന്നെയാണ്. ഗുജറാത്ത് കലാപത്തിൽ അനവധി മുസ്ലിം സുഹൃത്തുക്കൾ കൊല്ലപ്പെട്ടതിന്റെ വേദന സഹിക്കാൻ പറ്റാതെ ഒരു തിരിച്ചടി കൊടുക്കാൻ ചൗധരി തീരുമാനിച്ചതുകൊണ്ടാണ് ചൗധരി അത്തരം ഒരു ആക്രമണം പ്ലാൻ ചെയ്തത്. മുഹമ്മദ് യാസിൻ എന്ന വ്യക്തിയാണ് ആ വെളുത്ത അംബാസഡർ കാർ വാങ്ങാൻ ചാന്ദ് സഹായിച്ചതെന്നും ജമ്മു കാശ്മീർ പോലീസ് കണ്ടെത്തിയിരുന്നു. ആ അന്വേഷണം ജമ്മു കാശ്മീർ പോലീസും ഗുജറാത്ത് പോലീസും തുടർന്ന് നടത്തിയപ്പോൾ അവർ തിരക്കിക്കൊണ്ടിരുന്ന ആ കഥയും മനസ്സിലായി. അന്ന് അക്ഷർധാം ക്ഷേത്രത്തിന് മുന്നിൽ ആ ഭീകരന്മാരെ ഇറക്കി വിടുമ്പോൾ ചാന്ദ് ഒപ്പം ഉണ്ടായിരുന്ന ആ അപരിചിതൻ യഥാർത്ഥത്തിൽ മുഹമ്മദ് യാസിനായിരുന്നു. അക്ഷർധാം ക്ഷേത്രത്തിലെ ആ ആക്രമണത്തിന് വേണ്ടി പണം മുടക്കിയവർ, ആ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരന്മാർക്ക് താമസ സ്ഥലം ഒരുക്കിയവർ, അവർക്ക് വാഹന സൗകര്യങ്ങൾ ഒരുക്കിയവർ, ആയുധങ്ങൾ പർച്ചേസ് ചെയ്തവർ, ആയുധങ്ങൾ കടത്താൻ സഹായിച്ചവർ, അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഒത്തിരിയേറെ ആളുകളുടെ പേരുകളാണ് കോടതിയിൽ പോലീസ് സബ്മിറ്റ് ചെയ്തത്. കോടതിയിൽ നടന്ന വിചാരണയ്ക്കൊടുവിൽ
3 പേരെ പോട്ട കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. മുഹമ്മദ് സലീം ഷെയ്ഖിന് ജീവപര്യന്തം ലഭിച്ചപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് 5 വർഷവും 6 വർഷവും ഒക്കെയാണ് തടവ്. എന്തായാലും സ്വാഭാവികമായിട്ടും തടവിന് ശിക്ഷിക്കപ്പെട്ട ആളുകൾ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി. അപ്പീലുമായി ബന്ധിപ്പിച്ച് വിശദമായ വാദങ്ങളൊക്കെ ഹൈക്കോടതി നടന്നു. ഹൈക്കോടതി ശിക്ഷ അംഗീകരിച്ചതോടുകൂടി പ്രതികൾ സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിൽ കേസ് എത്തിയപ്പോൾ അതുവരെ ശ്രദ്ധിക്കാതിരുന്ന ചില കാര്യങ്ങളൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽ വരികയാണ്. ഈ കേസിന് ആസ്പദമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പോലീസ് സാക്ഷിമൊഴികൾ ആസ്പദമാക്കിയിരുന്നു. ആ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി അവരെ ശിക്ഷിച്ചത്. അതേ സാക്ഷിമൊഴികൾ തന്നെയാണ് ഹൈക്കോടതി ആ ശിക്ഷ ശരിയാണെന്ന് സമ്മതിക്കാനുള്ള കാരണവും. സുപ്രീം കോടതിയിൽ അപ്പീൽ എത്തിയപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ ആദ്യം പരിശോധിച്ചത് ആ സാക്ഷിമൊഴികളുടെ വിശ്വാസ്യതയാണ്. സാക്ഷിമൊഴികളുടെ വിശ്വാസ്യതയിലേക്ക് സുപ്രീം കോടതി കടന്നപ്പോൾ സുപ്രീം കോടതിയെ ഞെട്ടിച്ചുകൊണ്ട് ആ സാക്ഷിമൊഴികൾ പൂർണ്ണമായും കളവാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടു. കള്ളസാക്ഷികളുടെ ഒരു വൻ നിരയാണ് പ്രോസിക്യൂഷൻ അക്ഷർധാം കേസിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത 5 പേരും കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആ 5 പേരെ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്ന് കോടതി മുറിയിൽ പറയാൻ വേണ്ടി സാക്ഷികളെ പ്രോസിക്യൂഷൻ തന്നെ റെഡിയാക്കി കൊണ്ടുവരികയായിരുന്നുവെന്നാണ് സുപ്രീം കോടതിയിൽ അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടത്. സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3 പേരെയും ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെട്ട ആളെയും ബാക്കി തടവുകാരെയൊക്കെ വെറുതെ വിട്ടുകൊണ്ട് അതിനിശ്ചിതമായ വിമർശനമാണ് വിചാരണ കോടതിക്കും പ്രോസിക്യൂഷനുമെതിരെ ഉയർത്തിയത്. കള്ളസാക്ഷികളെ സംഘടിപ്പിച്ച് ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത കുറെ ആളുകളെ വർഷങ്ങളോളം അകത്തിടാൻ ഗുജറാത്ത് പോലീസിന് ആരാണ് അധികാരം കൊടുത്തത്? ആ കേസിന്റെ മെറിറ്റ് പോലും പരിശോധിക്കാതെ വിധി പറഞ്ഞ പോട്ട ജഡ്ജി അക്ഷന്ത്യവുമായ തെറ്റാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം. പ്രോസിക്യൂഷൻ കേസ് അന്വേഷിക്കുമ്പോൾ കേസ് തെളിയിക്കാനായി സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ ആ സാക്ഷികളുടെ വിശ്വാസ്യത പരിശോധിക്കേണ്ടത് വിചാരണ കോടതിയാണ്. വിചാരണ കോടതി അക്കാര്യത്തിൽ 100% ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രതികളിലേക്ക് പോകാതെ അന്വേഷണ ഏജൻസി നിരപരാധികളെ വെച്ച് ഈ അന്വേഷണം ഇങ്ങനെ അവസാനിപ്പിച്ചത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല എന്നുകൂടിയാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം. എന്തായാലും സുപ്രീം കോടതി ആ പ്രതികളെയൊക്കെ വെറുതെ വിട്ട് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ റിയാദിൽ നിന്ന് ഈ കേസിന്റെ തലപ്പത്തുള്ള ആളെന്ന് കരുതുന്ന അജ്മേരി എയർപോർട്ടിൽ പറന്നിറങ്ങി. ഈ കേസുമായി ബന്ധപ്പെട്ട് അയാളുടെ സഹോദരനെയും മറ്റുള്ള ആളുകളെയൊക്കെ സുപ്രീം കോടതി വെറുതെ വിട്ടത് അറിഞ്ഞതുകൊണ്ടാണ് അജ്മേരി റിയാദിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പറന്നിറങ്ങിയത്. പക്ഷെ പോലീസ് അജ്മേരിയെ ഇപ്പൊ പോക്കിയിരിക്കുകയാണ്. ആ കേസ് ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് പോകുന്നു അർത്ഥം. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഭീകര ആക്രമണമാണ് അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്നത്. നിരപരാധികളായ 30 ആളുകളാ കൊല്ലപ്പെട്ടത്. ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആ ആക്രമണം നടത്തിയ 2 ഭീകരന്മാരെ NSC കമാൻഡോസ് വെടിവെച്ച് കൊന്നുവെങ്കിലും ആ ആക്രമണത്തിന് അവരെ സഹായിച്ച ലോജിസ്റ്റിക്സ് സംവിധാനവും പണവും ഒക്കെ ഒരുക്കിയ ആളുകളെ യഥാർത്ഥത്തിൽ രംഗത്ത് കൊണ്ടുവരേണ്ടതായിരുന്നു. അവരെ രംഗത്ത് കൊണ്ടുവരുന്നതിന് പകരം നിരപരാധികളായ കുറെ ആളുകളെ കേസിൽപ്പെടുത്തി അനവധി വർഷം ജയിലിലിടുക മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തതെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ആ അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്ന ഭീകര ആക്രമണത്തിന് പിന്നിൽ കളിച്ച യഥാർത്ഥ വ്യക്തികൾ? ആ ചോദ്യത്തിന് ഇതുവരെയും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്ന ഭീകര ആക്രമണത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.